വെള്ളാപ്പള്ളി എഞ്ചിനീയറിംഗ് കോളേജിലെ ആത്മഹത്യാ ശ്രമത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ കോളേജിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. അതേസമയം സംഭവത്തിൽ വള്ളിക്കുന്നം സ്റ്റേഷനിലെ 2 പോലീസുകാർക്കെതിരെ നടപടിയെടുത്തു. ASI സസ്പെൻഡ് ചെയ്യുകയും സിവിൽ പോലീസ് ഓഫീസറെ സ്ഥലം മാറ്റുകയും ചെയ്തു. വിവരങ്ങളുമായി ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന്. ഷാജി, ഈ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിനാണോ പോലീസുകാർക്കെതിരെ നടപടി? തീർച്ചയായിട്ടും അരുണ, കഴിഞ്ഞ ദിവസം എഞ്ചിനീയറിംഗ് കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥി ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയ്ക്കെതിരെയാണ് 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ജില്ലാ പോലീസ് മേധാവി നടപടിയെടുത്തിരിക്കുന്നത്. രഹസ്യ പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സതീഷ് കുമാർ എന്ന ASIക്കും അതോടൊപ്പം തന്നെ മറ്റൊരു പോലീസുകാരനെതിരെയാണ് നടപടി. സതീഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യുകയും മറ്റു പോലീസുകാരനെ സ്റ്റേഷനിൽ നിന്നും മറ്റൊരു സ്റ്റേഷനിലേക്ക് മാറ്റിക്കൊണ്ടുള്ള നടപടിയുമാണ് ഉണ്ടായത്. പ്രധാനമായിട്ടും ഈ സംഭവം ഉണ്ടായിട്ട് മേലുദ്യോഗസ്ഥരെ അറിയിക്കാതിരുന്നതും പ്രതികൾക്ക് സഹായകരമായ രീതിയിലുള്ള നടപടികൾ പോലീസുകാരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടായത്. കഴിഞ്ഞ ദിവസം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കോളേജിനുള്ളിലും ഇപ്പോൾ സംഘർഷങ്ങൾ നടന്നു വരികയാണ്. വിവിധ വിദ്യാർത്ഥി സംഘടനകൾ കഴിഞ്ഞ 2 ദിവസമായി കോളേജിലേക്ക് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ SFI DYFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നിരുന്നു. ഇത് പോലീസ് ഇടയ്ക്ക് വെച്ച് തടയുകയും ക്യാമ്പസിനുള്ളിൽ നിന്നും പോലീസ് വിദ്യാർത്ഥികൾക്ക് നേരെ കല്ലേറുണ്ടാവുകയും ചെയ്തു. ഇതേ തുടർന്ന് വിദ്യാർത്ഥികൾ ക്യാമ്പസിനുള്ളിൽ കയറുകയും ക്യാമ്പസിനുള്ളിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 2 SFI പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിന് ശേഷം SFI DYFI പ്രവർത്തകർ ഇപ്പോൾ പിരിഞ്ഞുപോയി. അതിനുശേഷം ഇപ്പോൾ ABVPയുടെ നേതൃത്വത്തിൽ കോളേജിന് മുൻവശത്തിൽ സമരം നടന്നു വരികയാണ്. വിദ്യാർത്ഥി സംഘടനകൾ നിരവധി വിദ്യാർത്ഥി സംഘടനകളാണ് സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോളേജിലേക്ക് സമരം നടത്തി വരുന്നത്. ഇതിനു മുൻപും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും നിരവധി പീഡനങ്ങൾ കോളേജിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് പറഞ്ഞു തീർത്ത പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും വീണ്ടും ഇത്തരങ്ങൾ സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി കോളേജിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്.